തുടങ്ങല്ലേ? നമുക്കൊന്ന് പൊളിക്കാല്ലേ? റെഡിതാ വരവാ അണ്ണ ഇറങ്ങി വരവാ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ ഗുരുവായൂർ കേശവൻകുട്ടി, ഗുരുവായൂർ ലക്ഷ്മിക്കുട്ടി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ഫേമസ് അല്ലേ? അവിടെ ഒരു വേറൊരു കുട്ടി കൂടി ഉണ്ട്, ഗുരുവായൂർ മാളു. കേട്ടിട്ടുണ്ടോ? ഈ കുട്ടിയാണോ? ആ, ഞാൻ മനസ്സിലായില്ലേ? അപ്പൊ ഞാനും ഫേമസ് ആണ്. ബൈ ദ വേ, ഞാനിപ്പോ ഇവിടെ പാട്ടൊക്കെ തുടങ്ങി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഭയങ്കര വൈബാക്കിയിട്ട് നിക്കണം എന്ന് എന്റെ വലിയ സ്വപ്നമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വപ്നത്തെ കുറിച്ചാണ്. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ. എൻ്റെ പൊന്നു രമേശ് ചേട്ടാ, എൻ്റെ താത്ത, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ അങ്ങനെ ഇരിക്കണമെന്നുള്ളൂ, ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്നുള്ളൂ. നമ്മൾ എൻ്റെ ഒരു വിവരം ഒന്നാ. എനിക്ക് ഈ വായിച്ചതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇപ്പൊ നേരത്തെ സിനിമ പേര് ചോദിച്ചല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണും, ചിരിക്കും, അത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ചേട്ടനൊക്കെ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഇങ്ങനെ ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും ആലോചിക്കാറില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. ബൈ ദ വേ, ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ സ്വപ്നത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടായിരിക്കും കേട്ടോ, നിങ്ങളത് ക്ഷമിച്ചേക്ക്. അപ്പം നമ്മളെ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് യഥാർത്ഥ സ്വപ്നങ്ങളെന്ന്. തേങ്ങാക്കൊല. ഇങ്ങനെ ഉണർന്നിരുന്ന് കണ്ട ഇനി ക്ലാസ്സിലെ ടീച്ചർ മുതൽ വീട്ടിലെ അമ്മായിമ്മ വരെ എന്നെ പറയാത്തൊന്നുമില്ല. എന്തിന്? ഞാൻ കണ്ട ലോകങ്ങളൊന്നും നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങര പോലും കണ്ടിട്ടുണ്ടാവില്ല. ജസ്റ്റ് എക്സാമ്പിൾ, ഞാനിന്ന് പാരീസിലാണെങ്കിൽ നാളെ ഞാൻ അമേരിക്കയിലാണ്. മറ്റൊരു ദിവസം ഞാൻ ലണ്ടൻ്റെ ഒക്കെ ഇങ്ങനെ അടുത്തൊക്കെ ഇങ്ങനെ എത്താറാകുമ്പോൾ പെട്ടെന്ന് എമർജൻസി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറുണ്ട്. എടീ നേരെ വെളുത്തടി എനിക്ക് എന്ന് പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൻ്റെ ഒരു നിലവിളി. സത്യത്തില് നിങ്ങളൊക്കെ അലറാം വെക്കണം. ഇപ്പൊ ഇത് ജസ്റ്റ് ഒരു 5:30 നിങ്ങൾ അലറാം വായന ഇല്ല, അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ക്ഷമിക്കണം. അപ്പൊ ഈ 5:30 ഇപ്പൊ ചേച്ചി വിളിക്കാം, ഒരു 5:30 അലറാം വെക്കാണ്. അല്ല, ആ അതന്നെ, ആ സാധനം വെക്കാണ്. അപ്പൊ ചേച്ചി എപ്പോ വെക്കും? 5:30 എണീക്കണം. എപ്പോ വെക്കും? 5:25. ചേട്ടൻ എപ്പോ വെക്കും? 5:30. എപ്പോ? 5:30. നമ്മള് താത്ത വെക്കോ? ഞാൻ വെക്കാറേ ഇല്ല, എനിക്ക് തോന്നി. പക്ഷെ ഞാൻ 5:30 എണീക്കണത് 5:05, 5:10, 5:15, 5:20, 5:26, 27, 28, 30. സത്യത്തിൽ എനിക്ക് അപ്പോഴേ എണീക്കാൻ പറ്റൂ. അപ്പൊ നമ്മളെ ഈ എന്താ പറയാ, നമ്മളെ പല മഹാന്മാരും ഈ സ്വപ്നത്തെ പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ സ്വപ്നം കാണാനെ പറ്റിയിട്ട് എന്റെ കെട്ടിയൻ എന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയാണ്ടിരിക്കും? നമ്മളെ കലാം സാർ പറഞ്ഞിട്ട് ചേസ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞപ്പോ ഓക്കെ ലെറ്റ്സ് ഗോ ചേസ് യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞ ആളാണ് എന്റെ കെട്ടിയൻ. അല്ല, ചിരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങള് ഇവരാണുങ്ങളേണ്ട് കൂടുതൽ സ്വപ്നം കാണുന്ന ആൾക്കാരാണ് അല്ലേ? സമ്മതിച്ചു. ഈ സ്വപ്നം തന്നെ എൻ്റെ ഒരു എനർജി വന്നത് എവിടെയാന്ന് അറിയോ? എൻ്റെ ഒരു അച്ചമ്മ ഉണ്ട്. എൻ്റെ ഒരു അച്ചമ്മല്ല, എൻ്റെ അച്ചമ്മ ഉണ്ട് കേട്ടാ. അച്ചമ്മ ആ ഒരു വേണ്ടാത്ത വന്നതാ. അപ്പൊ അച്ചമ്മ ഉണ്ടായിരുന്നു. അച്ചമ്മയുടെ ഇതിലാണ് ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഞാനിങ്ങനെ എഴഞ്ഞ് നടക്കുമ്പോ എൻ്റെ അച്ചമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് വെച്ചാൽ ഞാനൊന്ന് എണീറ്റ് നടക്കണമെന്നായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിൽ പോയി ഇറങ്ങി നോക്കുമ്പോ അച്ചമ്മയുടെ സ്വപ്നം എന്ന് വെച്ചാൽ എങ്ങനെയാലും ഇവളെ കെട്ടിച്ചു വിടണമെന്നായിരുന്നു. അച്ചമ്മയുടെ സ്വപ്നമാണ്. ഈ വെറ്റില അടയ്ക്കൊക്കെ കൊടുത്ത് അച്ചമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊമ്പിട്ടപ്പോ അച്ചമ്മന്റെ ചെവിയിലൊന്ന് പറഞ്ഞു, എൻ്റെ മോളെ 2 കുഞ്ഞിക്കാല് കാണണം. അതാണ് അച്ചമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നം. വയസ്സായ തള്ളയാണേ, പറഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണ ഇന്നോ നാളെയോ കൊടുക്കണ. 2 അല്ല 4 കുഞ്ഞിക്കാല് ഞാൻ കാണിച്ചു കൊടുത്തു. 4 കഴിഞ്ഞ ദിവസം വായു വലിച്ചെടുക്കണ അച്ചമ്മയ്ക്ക് വിക്സ് മിഠായി ആയിട്ട് ചെന്ന ഞാന് എന്നോട് പറയാ, എടി മോളെ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞ് അതിൻ്റെ നൂലുകെട്ട് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ഈ കിളവി കഴിഞ്ഞ ദിവസം ആശുപത്രി കിടക്കുമ്പോ കാലന്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വന്നതാ. ഇതിപ്പോ എൻ്റെ തലമുറ എന്നല്ല, ബാക്കി 3 തലമുറയുടെ സ്വപ്നം കണ്ടു കിടക്കുക. പക്ഷെ അച്ഛമ്മയുടെ കാര്യം പറഞ്ഞാൽ അച്ചാച്ചൻ പണങ്ങും. അപ്പൊ നമ്മള് അച്ചാച്ചന്റെ കാര്യം പറഞ്ഞാൽ ഇവര് തമ്മിൽ ഭയങ്കര കോംബോ ആണ്. സ്നേഹം ഒടുക്കത്തെ സ്നേഹം. അച്ചാച്ചൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വപ്നത്തിലും നിമിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അച്ചാച്ചൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴേ എന്താ പറയാ, ഈ നിറക്കുടം
കണ്ടിറങ്ങണം എന്നാണ് അച്ചാച്ചൻ്റെ ആഗ്രഹം. താത്ത ഓർമ്മയുണ്ടോ കൊടത്തി വെള്ളം? അപ്പൊ ഈ ഇറങ്ങുമ്പോ അച്ചാച്ചൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. ഈ കൊടായിട്ട് മുറ്റത്ത് വന്നിക്കും. പക്ഷേ അച്ചാച്ചൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് വെള്ളം പിടിക്കുന്ന ജാനമ്മയുടെ നിറക്കൂടായിരുന്നു. ഒരു ദിവസം അച്ഛമ്മ അത് പിടിച്ച് ആ കുടവും കാലയാക്കി അച്ചാച്ചപ്പോ ഭിത്തിയിൽ പടവ് ആയി. നോക്കിയിട്ട് കാര്യമില്ല. അതാണ് അവര് കോപ്പം അങ്ങനെയാണ്. പക്ഷേ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാനിങ്ങനെ മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നത് നിങ്ങൾ എന്താന്ന് വിചാരിച്ചു ചോദിച്ചില്ലല്ലോ ആരും. എന്തേ? പക്ഷോ എനിക്ക് നാണോ? എന്നാ പറയണ്ട. അല്ല പറയും. അതെ ചേച്ചി എന്നാലും പറഞ്ഞല്ലേ, ചേച്ചിയുടെ മനസ്സിലെ ഒരു കല്യാണം എന്ന് പറയുന്ന ചിന്ത വന്നത് എപ്പോഴാ? ആക്ച്വലി കല്യാണം കഴിക്കണ്ട, നിങ്ങളൊന്നും കല്യാണം കഴിക്കണ്ട. 2ാം ക്ലാസ്സില്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. 2ാം ക്ലാസ്സില്. ഓക്കെ. എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ ചിന്ത വന്ന എപ്പോഴാന്നറിയോ? സിനിമ കണ്ടു തുടങ്ങിയപ്പോഴാ. സിനിമ കണ്ട അപ്പൊ തോന്നും കല്യാണം കഴിക്കണം എന്ന് വെച്ചാൽ 2 മിനിറ്റ് ഒരു പാട്ട് സീനിൽ 2 മിനിറ്റ് കൊണ്ട് നായിക പ്രസവിക്കുന്നു, കുട്ടീനെ വളർത്തുന്നു, അംഗൻവാടിയിലാക്കുന്നു. എന്റെ പൊന്നു പിഷാരടി ചേട്ടാ, ഇതൊന്നല്ല ജീവിതം. 11 എഴയുന്നു. ചിലപ്പോ തോന്നുന്നു ഇവന് സ്പൈഡർമാന്റെ കിഡ്നിയാണോ ദൈവം വെച്ചെടുക്കുന്നത്, ഉത്തരത്തിലൊക്കെ പിടിച്ച് കേറുന്നേ. ചിലപ്പോ തോന്നും ദൈവം ഇവന് പല്ലിയുടെ കിഡ്നിയാണോ വെച്ചെടുത്തത്, കാണാണ്ടാകുമ്പോ കട്ടിന്റെ അടിയിൽ കൊട്ടിപ്പിടിച്ച് തീർക്കുന്നതാണ്. പൊതുവെ ഞങ്ങള് യൂത്ത് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ കല്യാണം ഇവിടെ കല്യാണം കഴിഞ്ഞവരുണ്ടോ? ഉണ്ടല്ലേ? ഇല്ലേ? ചെന്നിട്ട് ചേച്ചി മിണ്ടാണ്ടിരിക്കണം, ഞാൻ കല്യാണം കഴിഞ്ഞതല്ല വെച്ചിട്ട്. ഓക്കെ. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ എല്ലാ പെൺപിള്ളേർക്കുള്ള ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വര എന്നെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് ഉറങ്ങാൻ പറ്റണേ. ഇല്ലേ? എന്നിട്ട് എന്താ കൈ അടിക്കാത്തേ? കാരണം എല്ലാ പെൺപിള്ളേരുടെ സ്വപ്നമാണ് രാവിലെ മുതൽ എല്ലാം ഇന്ന് പറയും ചോറും കറിയും വെച്ച് വീട് അടുക്കള തുടച്ച് തേങ്ങ ഇതൊന്നും വേണ്ടാണ്ട് ഒരു ദിവസം മുഴുവനായിട്ട് കിടന്നുറങ്ങണമെന്ന് സ്വപ്നത്തിൽ. ആ ഒരു കാര്യത്തിൽ ഞാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അയ്യോ നക്കും, ഹോട്ടലിലെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യോ. ഇതാണ് എൻ്റെ സ്റ്റൈല്. പക്ഷേ എനിക്ക് കിട്ടിയ ഭർത്താവ് പിശുക്കൻ്റെ പിശുക്കൻ. നിങ്ങൾ വിചാരിക്കും കാശിന് മാത്രമാണ്, റൊമാൻസിന് പോലും പിശുക്കാണ് എൻ്റെ പിഷാരി ചേട്ടാ. നശിച്ച് എൻ്റെ സ്വപ്നം അവിടെ തീർന്നു. ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊക്കെ പൊതുവെ ഈ സ്വപ്നം പിഷാരി ചേട്ടൻ്റെ വൈഫ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി റൈഡിന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ. ഇല്ല പറഞ്ഞു ഇതൊന്നും എൻ്റെ ഈ ഭാഗം വേണ്ട കേട്ടോ. രാത്രി റൈഡിന് പോകണം എന്നാണ് നമ്മൾ പെൺപിള്ളേരൊക്കെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ ചേട്ടനോട് പറയും, ചേട്ടാ നമുക്ക് 2 മണിയൊക്കെ ആയാലോ എണീപ്പിക്കും, നമുക്കൊന്ന് റൈഡിന് പോകാന്നുണ്ട്. അപ്പം അങ്ങേര് പറയും നിനക്ക് ഭ്രാന്താടി, നട്ടപ്പാതിരിക്ക് റൈഡിനൊക്കെ പോകണം, കിടന്നുറക്കം അവിടെ എന്ന് പറയും. റൊമാൻസ് വരുന്നുണ്ടാ? പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടപ്പുറത്തൊക്കെ വൈകിട്ടൊക്കെ ഇങ്ങനെ പോയിരുന്ന് കാറ്റൊക്കെ ഇങ്ങനെ ഒരു ഫീൽ, ഒരു ഭയങ്കര ഒരു സുഖ. അപ്പൊ താനെ റൊമാൻസ് ഒക്കെ വരും. ഇത് ഇങ്ങനോട് പറഞ്ഞപ്പോൾ പറയും നിന്റെ തന്ത വന്ന കേട്ടോ ടോർച്ച് അടിച്ച് കാണിച്ചു തരൂ, ആ കണ്ണു കാണാത്ത വന്നിട്ട് ഒക്കെ പോട്ടെ. അറിയാലോ സിനിമ കണ്ടിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഈയിടെ എൻ്റെ അടുക്കള വെച്ച് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞേ. അപ്പൊ എൻ്റെ മനസ്സിൽ ചേട്ടൻ്റെ അടുത്ത് ഓടി വരുന്നു, മുണ്ട് വലിച്ചു കയറുന്നു, കയ്യിൽ ചുറ്റുന്നു, വെള്ളമെടുത്തന്നെ എന്നെ കസാര കൊണ്ടിരുത്തുന്നു. ഇതാണ് കണ്ടത്. ഞാൻ ഇങ്ങനെ അടുത്ത് പോകണ്ടോ ഇപ്പോൾ ഇതിൽ 2 ഞെക്കും ഞെക്കിട്ട് പറയാം, ഓ ഇത് തരി മഞ്ഞപ്പൊടി ഇട്ടാൽ തീരാന്ന് പ്രശ്നമുള്ളൂ. ഒക്കെ പോട്ടെ, എല്ലാം പോട്ടെ, എല്ലാം മച്ചളഞ്ഞേക്കും. എല്ലാ സിനിമയിലും ഭാര്യനെ ഭർത്താവ് എടുക്കുന്നു, കാമുകൻ കാമുകനെ എടുക്കുന്നു. ഞാൻ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് സത്യത്തിൽ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു എന്നുള്ള യാതൊരു തെളിവില്ല കേട്ടോ. വീട്ടിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലാണ്ട് ഒരു ഫോട്ടോ ഇല്ല, ഒരു വീഡിയോ അല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എന്ത് ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ എന്നാലേ കാറ്റേ നിക്കാതെ ആ പാട്ടില്ല, അതൊക്കെ വെച്ച് അടിപൊളി റൊമാൻസ് ചേട്ടൻ എന്നെ ഇങ്ങനെ പൊക്കി എടുക്കണു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ബാഹുബലി ശിവലിംഗം പൊക്കി എടുക്കണ പോലത്തെ ഒരു പിടുത്തം ഞാൻ വെളിയിൽ കാണിച്ചില്ല. എന്നെ പൊന്നു രമേശ് ചേട്ടാ, ഈ സ്വപ്നത്തിന്റെ കാര്യത്തിൽ എൻ്റെ കാര്യം ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, ചേട്ടാ നമ്മൾ പാർട്ട്ണറായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ സ്വപ്നം കൂടി നമ്മൾ നോക്കണം. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ സ്വപ്നം എന്താണ്, നമുക്ക് അത് ഇതായിട്ട് പോവാന്ന്. ചേട്ടൻ പറഞ്ഞു, ഇനി ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിയും ബോധം വെക്കണം, അതാണ് എൻ്റെ സ്വപ്നം എന്ന്. ചേച്ചി രജനി ചെയ്യും, നമ്മള് സ്ത്രീകൾക്ക് എന്താ വേണ്ടത്? ബുദ്ധിയും ബോധവും. അയ്യാടാ അല്ലേ, അത് ഇവിടുത്തെ ഗ്രൂമർ രതീഷേട്ടൻ വന്നെന്നോ. ഇവിടെ പെമ്പിള്ളേർക്ക് വേണ്ടത് വല്ല കണ്ടന്റും കൗണ്ടറും എൻഡ് പഞ്ചും. എന്തായാലും രമേശ് ചേട്ടാ, സ്വപ്നങ്ങൾ
സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. ഇനി ഒന്നും പറയല്ല. താങ്ക് യു. Once upon a time, once upon a